നമസ്കാരം. തേനൂറും ഇമ്പങ്ങളുമായി അമൃത സൂപ്പർ സ്റ്റാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. സംഗീത സംവിധായകൻ ശരത് സർ, വെൽക്കം ശരത് സർ. നമ്മുടെ പ്രിയങ്കരനായ അൽഫോൺസ് സർ, ഒരു നല്ല പുഞ്ചിരിയുമായി എപ്പോഴും നമ്മളെ കണ്ടസ്റ്റൻസിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന നമ്മുടെ പ്രിയ ജഡ്ജ് മഹദി മാം. പിന്നെ നമ്മുടെ ബാൻഡ് ഇപ്പോൾ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, നല്ല ഭയങ്കര എനർജി തരുന്ന പെർഫോമൻസ് ആണ്. ഇവരുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. കണ്ടസ്റ്റൻസ് ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ ഒരു വേദിയിൽ നിന്ന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവരുടെ സപ്പോർട്ട് തന്നെയാണ് അതിന്റെ കാരണം. അപ്പോൾ നമുക്ക് ഇവരെ വെൽക്കം ചെയ്യണ്ടേ? വെൽക്കം ടു ദ ഷോ മ്യൂസിക് ID. ഇന്നത്തെ എപ്പിസോഡിൽ 2 റൗണ്ടുകളിലായിട്ട് 3 പെർഫോമൻസ് ആണുള്ളത്. അതിലെ ആദ്യത്തെ പെർഫോമൻസ് ഒരു സ്വീറ്റ് മെലഡിയുമായി എത്തുന്നു അനില. ഹായ് വ്യൂവേഴ്സ്, എൻ്റെ പേര് അനില രാജീവ്. എൻ്റെ നാട് ആലപ്പുഴയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യാണ് ഇൻഫോസിസിൽ. അമൃത സൂപ്പർ സ്റ്റാറിൽ എത്താൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്കതിൽ ഏറ്റവും കടപ്പാട് ഒന്ന് എൻ്റെ പേരൻസിനോട്, പിന്നെ എൻ്റെ ഗുരുനാഥൻ ശ്രീ ആലപ്പി വിധു സാറിൻ്റെ വൈഫ് അംബിക ചേച്ചി, ഇവരുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ സ്റ്റേജ് വരെ എത്താൻ സാധിച്ചത്. ഒപ്പം തന്നെ എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ ഓഫീസിലെ എല്ലാ ടീം മെമ്പേഴ്സിനോടും എന്നെ ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതിന്. ഇവിടെ സൂപ്പർ സ്റ്റാറിൽ എൻ്റെ ആദ്യത്തെ റൗണ്ടാണ് സ്വീറ്റ് മെലഡി റൗണ്ട്. അതിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് ശലഭമായി എന്ന സോങ്ങാണ്. M ജയചന്ദ്രൻ സാറിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ, ONV സാറിൻ്റെ ലിറിക്സുമാണ്. ചെറിയ ടെൻഷൻ ഉണ്ട്, എന്നാലും നന്നായി പാടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എൻ്റെ ഒപ്പം ഉണ്ടായിരിക്കണം. താങ്ക് യു. പറയാൻ കൊതിച്ചൊരിൻ്റെ വാക്കിൽ നീ, നുകരാൻ കൊതിച്ച തേൻ തുളുമ്പിയോ, പറയുമറിയ മൊഴികൾ പ്രണയ മധുരമായി. ശലഭമായി ഉയരുവാൻ മലരിനും മോഹമായി ഇതളുകൾ ചിറകുപോ വിരിയുവാനോ ഹൃദയമാശ കൊള്ളുകയായി. ശലഭമായി ഉയരുവാൻ മലരിനും മോഹമായി.
ശലഭമായി ഉയരുവാൻ മലരിനും മോഹമായി ഇതളുകൾ ചിറകുപോ വിരിയുവാനോ ഹൃദയമാശ കൊള്ളുകയായി ആ പാട്ടിൻ്റെ ഒരു ഫീൽ ഉൾക്കൊണ്ട് പാടി. ഒന്നാമത് ആ കോമ്പോസിഷൻ്റെ ഒരു സുഖം അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അനിലയുടെ വോയിസ് വളരെ ഒരു ഡിഫറെൻറ്റ് വോയിസ് ആണ്. ഒരു ഡിഫറെൻറ്റ് ടിമ്പർ അനിലയുടെ വോയിസിനുണ്ട്. വേഷമൊക്കെ കെട്ടി വന്നിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ ഇവിടെ. ഈ തോളിക്കിടക്കുന്ന എന്താണ്? പാമ്പോ? മോനെ ഇത് എന്താണ് റൗണ്ട്? ഫോക്ക്. അത് പോക്കായിരുന്നു. യമുന വെറുനീരാം പാടുന്നു യാദവം ഹരിമാധവം ഹൃദയഗാനം. ലോങ് ഫ്രേസസിൽ ലക്ഷ്മിയുടെ ബ്രെത്ത് കൺട്രോൾ ഇസ് അമേസിങ്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ വാക്കുണ്ടാവും, അത് പാടുമ്പോഴത്തേക്കും ലക്ഷ്മിക്ക് ഒരു അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ഒരു ഒതുങ്ങിപ്പോയ ഒരു ഫീൽ ഉണ്ടായിരുന്നു. വിധുരമാമൊരു ഗീതം. അനില, യെസ്, ഞാൻ അങ്ങനെ പാട്ടിൽ ലയിച്ചിരുന്നു പോയി. താങ്ക് യു. നല്ല ആസ്വദിച്ച് പാടി അല്ലേ? ശ്രമിച്ചു. അപ്പൊ ഇനി നമുക്ക് ബാക്കി കമന്റ്സ് ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാം. ഓക്കെ, ശരത് സാർ. അനില യെസ് സർ. യെസ് സാർ എന്ന് പറഞ്ഞാൽ ശരത് സാർ എന്നോ? യെസ് സാർ എന്ന് പറഞ്ഞാൽ മോളെ നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് കുറേ ഇഷ്ടമായി. ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? എം ജെ ചന്ദ്രൻ സർ. തടിയനോ? ഇത്ര നല്ല പാട്ടോ? എനിക്ക് കുറേ ഇഷ്ടമായി. തടിയനോ എന്താ പറയുക, കെട്ടിപ്പിടിച്ചിരുന്നു. ഇപ്പൊ കെട്ടിപ്പിടിക്കാം, തടിയൊക്കെ കുറഞ്ഞു. മോളെ നന്നായിട്ട് പാടി. എന്താ പറയണ്ടേ, ഒരു ആ പാട്ടിൻ്റെ ഒരു ഫീൽ ഉൾക്കൊണ്ട് പാടി. ഡൈനാമിക്സ് ഒക്കെ കൃത്യമായിട്ട്, ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എടുത്തിട്ട് പയറ്റാണ്ട് കൃത്യമായ അളവോട് പാടിയിട്ടുണ്ട് മോള്. പിന്നെ മൊത്തത്തിൽ എവിടെയൊക്കെ സ്ലിപ്പായാലും പാട്ട് നല്ല സുഖം ഉണ്ടായിരുന്നു. ഒന്നാമത് ആ കോമ്പോസിഷൻ്റെ ഒരു സുഖം അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. പിന്നെ എന്താണ് പറയേണ്ടത്, അതിൻ്റെ ഒരു നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് മനസ്സിന് കുറേ സന്തോഷമായി കേട്ടോ. മോള് നന്നായിട്ട് പാടി. നല്ല ശബ്ദമാണ്, നല്ല സുഖമുള്ള ശബ്ദമാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അല്ലെങ്കിൽ എല്ലാം നല്ലത് വരുത്തട്ടെ ദൈവം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൺസ് സർ. അനില, യെസ് സർ. അനിലയുടെ വോയിസ് വളരെ ഒരു ഡിഫറെൻറ്റ് വോയിസ് ആണ്. ഒരു ഡിഫറെൻറ്റ് ടിമ്പർ അനിലയുടെ വോയിസിനുണ്ട്. എന്നാൽ എല്ലാ പാട്ടുകളും ഒരു പക്ഷേ ഈ ഒരു ടൈപ്പ് വോയിസിൽ കേട്ടാൽ ചിലപ്പോൾ ഇഷ്ടമാവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റ് സോങ് സെലക്ഷൻ ആയിരുന്നു. അനിലയ്ക്ക് പറ്റിയ ഒരു സോങ് ആണ് സെലക്ട് ചെയ്തത്. അപ്പോൾ പാടിയതിനകത്തും നല്ലൊരു ഭാവം നന്നായിട്ട് കൊണ്ടുവരാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. പിന്നെ കൈവിട്ടു പോയ സ്ഥലങ്ങളുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് അറിയാലോ, അത് പറയുന്നില്ല. പിന്നെ ഈ ഡ്രസ്സ്, കോസ്റ്റ്യൂം അതെല്ലാം നല്ല രസമായിട്ടുണ്ട്. ഈ പൂവ്, ഇത്രയും വലിയ പൂവ് എവിടെ നിന്ന് കിട്ടി? ഇവിടുത്തെ ഹെയർ ഡ്രസ്സർ ശാലിനി ചേച്ചി. ശാലിനി ചേച്ചി കൊണ്ടുവന്നാണോ? അതെ, കടം കൊണ്ടുവന്നാണ്. നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സോങ്ങിന് വളരെയധികം എനിക്ക് സൂട്ടായിട്ട് തോന്നുന്നു. നല്ല മനോഹരമായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. മഹദി മാം. അനില, യെസ് മാം. ആദ്യം തന്നെ അനിലയ്ക്കൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു അനില. അനിലയ്ക്ക് ടെൻഷനൊക്കെ കുറേ ഉണ്ടായിരുന്നു, എന്നാലും അതൊന്നും ഞാൻ എടുക്കണില്ല. അത് ഞാൻ ബിഹൈൻഡ് ദ ഡോർസ് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ഓക്കെ, ദ ഫീൽ. ആൻഡ് അനില ശരിക്കും ഇഷ്ടപ്പെട്ട് ഈ പാട്ട് നന്നാവണം, മൈ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഡിറ്റർമിൻഡ് ആയിട്ട് പാടി. അത് മനസ്സിലായി പാടുമ്പോൾ. ആൻഡ് ഐ തിങ്ക് ഫസ്റ്റ് അത് ശരത് സാർ പറഞ്ഞു, ദാറ്റ് പ്ലേസ് വാസ് ലിറ്റിൽ ഓഫ്. അതർവൈസ് എവറിഥിങ് വാസ് വെരി നൈസ്. എനിക്ക്
ഒരു ചെറിയൊരു ഇത് മാത്രം തോന്നി. ഇറ്റ്സ് വെരി ട്രിക്കി ടു മെയിൻറ്റെയിൻ. ചരണത്തിൽ ആ ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ പാടാണ്. റെക്കോർഡിങ്ങിൽ പാടുമ്പോൾ നമുക്ക് ഒരു ഫ്രേസ് എങ്കിലും ചിലപ്പോൾ വലിച്ച് പാടിയാലും ഇറ്റ്സ് എ റെക്കോർഡിങ്, സോ യു ക്യാൻ ഓൾവേസ് ടേക്ക് ദി അതർ ഫ്രേസ് ഓൺ ബീറ്റ്. പക്ഷേ ലൈവ് പാടുമ്പോൾ ഐ തിങ്ക് മാക്സിമം ആ ടെമ്പോയിൽ സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക. കുറേ അനില ശ്രമിച്ചു. ഇറ്റ് വാസ് മോർ ബെറ്റർ ഇൻ ദ സെക്കൻഡ് ചരണം. ഓക്കെ, ഫസ്റ്റ് ചരണം കുറച്ച് താളം വാസ് എ പ്രോബ്ലം. ഓക്കെ, ബട്ട് അതർവൈസ് അത് ഞാൻ കൺസിഡർ ചെയ്യില്ല. ഞാൻ അവസാനം എഴുതിയത്. ആൻഡ് ലാസ്റ്റ് പല്ലവി വാസ് അഗൈൻ ഔട്ട്സ്റ്റാൻഡിങ്. ഓക്കെ, ബ്യൂട്ടിഫുൾ സിംഗർ യു ആർ. ഓക്കെ, കീപ് ഇറ്റ് അപ്പ്. മേ യു ഗോ എ ലോങ് വേ ഇൻ സൂപ്പർ സ്റ്റാർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മാം. ഭയങ്കര നല്ല കമൻസ് ആയിരുന്നു അല്ലേ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഈ പാട്ട്. ഞാനും ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ശരത് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത്ര നല്ലൊരു കമ്പോസിഷൻ നമ്മുടെ മലയാള ഗാനശാഖയ്ക്ക് നൽകിയ ജയചന്ദ്രൻ സാറിന് ഒരു വലിയ പ്രണാമം. അപ്പോൾ നമുക്ക് മാർക്സ് അറിയാം. ശരത് സാർ. അനില പറയൂ, എത്ര ആയിരിക്കും? സാർ പറഞ്ഞോളൂ. ഞാൻ നല്ല അഭിപ്രായമല്ലേ പറഞ്ഞത്, ചീത്തയൊന്നുമല്ലല്ലോ പറഞ്ഞത്. നമ്മൾ ചുമ്മാ പറഞ്ഞു നോക്ക്. തെറ്റി പറഞ്ഞാൽ ഞാൻ മാർക്ക് തരത്തില്ല. അതുകൊണ്ട് അവസരത്തിൽ ഞാൻ അറിയിച്ചുകൊള്ളും. വെരി ഗുഡ് മോളെ, കൃത്യം. നമ്മൾ എന്താ പറയണ്ടേ, മനസ്സ് വായിക്കാനുള്ള ഒരു കഴിവുണ്ട് ആ കുട്ടിക്ക്. കൃത്യമായിട്ട് അതെങ്ങനെ മനസ്സിലായി മോളെ? അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും കോഴ്സ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഒരാളുടെ മനസ്സ് അറിയാനുള്ള? പിന്നെ എങ്ങനെ മനസ്സിലായി കൃത്യം അതാണെന്ന്? പറയൂ. അങ്ങനൊന്നുമില്ല, ചുമ്മാ പറഞ്ഞതാ. ചുമ്മാ കള്ളിയാണല്ലേ ബേസിക്കലി? പിന്നെ അപ്പൊ മനസ്സിലായില്ലേ? അത് ഞങ്ങൾക്ക് മനസ്സിലായി. വളരെ പാവാണ്. ആ പൂവ് കണ്ടാ അറിയാം മോളെ. അപ്പൊ എന്താ പറയണ്ടേ, ഇത് ഇപ്പോഴും ഞാൻ പറയുന്നത് കുട്ടന്റെ നല്ലൊരു കോമ്പസിഷനാണ്. അപ്പൊ ഈ മാർക്ക് മുക്കാലും ആ തടിമാടനുള്ളതാണ്. എടുത്തോ കേട്ടോ. 23 മാർക്സ്. 23 out of 25. Good part. Alphonse sir. അനില 22. 22 out of 25. Mahadi ma'am. 22.5. 22.5 out of 25. സന്തോഷായില്ലേ? സത്യമായിട്ട് 20 എന്ന് വെറുതെ പറഞ്ഞല്ലേ? അത് കൂടുതൽ കിട്ടുന്ന എന്തായാലും അനിലേക്ക് അറിയായിരുന്നു. ഇല്ലേ? വിചാരിച്ച പാടാൻ പറ്റിയില്ല. അതിന്റെ ഒരു സങ്കടമായിരുന്നു. നമ്മളങ്ങ് ഒരുപാട് വിചാരിക്കുന്നോണ്ടായിരിക്കും. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഞാൻ എപ്പോഴും എന്നും കേൾക്കുന്നത്. ഒരുപക്ഷെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാട്ടായിരിക്കും. അപ്പൊ എന്തായാലും ഇനിയുള്ള പെർഫോമൻസിന് ഇനി എത്ര മാർക്ക് വേണമെന്ന് ശരത് സാർ ചോദിച്ചാൽ 25 എന്ന് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റണം. അത്ര നന്നായി പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് വന്ന് പാടണം. ഓക്കെ, അപ്പൊ അനിലയുടെ ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് 67.5 ആണ്. ഹാപ്പി അല്ലേ? അപ്പോൾ ഇനി ശരത് സാർ ചോദിക്കുന്ന സമയത്ത് 25 മുഴുവൻ തരണം എന്ന് പറയാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവണം. അത്രയും നന്നായി പ്രാക്ടീസ് ചെയ്ത് വന്ന് പാടണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അനിലയുടെ ഈ മെലോഡിയസ് ആയ പെർഫോമൻസിന് ശേഷം നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. We'll have a short break in Amrita Superstar. We are back on Amrita Superstar. അടുത്ത പെർഫോമൻസ് നമ്മുടെ ഈ സ്റ്റേജിലെ 3rd റൗണ്ട്, ദാറ്റ് ഇസ് ഫിൽമി ഫോക്ക് റൗണ്ടിലെ ഫസ്റ്റ് പെർഫോമൻസ് ആണ്. പെർഫോമൻസിന് വേണ്ടി ഞാൻ ക്ഷണിക്കുന്നത് അനന്തകൃഷ്ണനെയാണ്. ലെറ്റ്സ് വെൽക്കം അനന്തു ഓൺ സ്റ്റേജ്. ഹായ്, എൻ്റെ പേര് അനന്തകൃഷ്ണൻ. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഒരു +2 വിദ്യാർത്ഥിയാണ്. ഞാൻ അടുത്തതായി പാടാൻ പോകുന്ന റൗണ്ട് ഫിൽമി ഫോക്ക് റൗണ്ടാണ്. അതിൽ ഒരു മറവത്തൂർ കനവ് എന്ന ഫിലിമിലെ സുന്ദരികേ സുന്ദരികേ എന്ന സോങ്ങാണ്. വാനത്തിലെ എരിയുതൊരു വട്ടവിളക്ക് വണങ്ങിടവേ ഏത്തി വെച്ചോ കുത്തുവിളക്ക് ചന്ദ്രൻ നമുക്ക് ദൈവമടിയത കുമ്പിട്ട് കുമ്പിട്ട് കുമ്മിയടി സുന്ദരികേ സുന്ദരികേ செந்தமிழில் பெண்கொடியே மஞ்சமணோ பூசி வரும் மார்கழிதல் பைங்கிலியே தெங்காசி சாந்தும் விட்டு தெருக்கூத்தும் பாட்டும் போட்டு
തെങ്കാശി സാന്തും വിട്ട് തെരുകൂത്തും പാട്ടും പോട്ട് തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെമ്മാങ്കി കോലമയിൽ വാ തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെമ്പാണ്ടി കോലമയിൽ വാ സുന്ദരികേ സുന്ദരികേ செந்தமிழில் பெண்கொடியே இவரும் மார்கழிதல் பைகிளியே வெள்ளி திடம்பெடுக்கும் திங்கள் குறும்பனான முன்பில் എഴുന്നള്ളിടും നേരം മണ്ണും മനസ്സും മെല്ലെ മഞ്ഞിൽ പൊതിഞ്ഞൊരുങ്ങി അൻപിൽ ഉണർന്നിടുന്നു നേരം ഊരിലിതാ ഉത്സവമായി ഉന്മകൾ മത്സരമായി ഊരിലിതാ ഉത്സവമായി ഉന്മകൾ മത്സരമായി പൂക്കാവടി പാർക്കാവടി അമ്മൻ കുടമായി പൊയ്ക്കോലം മയിലാട്ടം നാദസ്വരമായി തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെമ്പാണ്ടി കോലമയിൽ വാ തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെമ്പാണ്ടി കോലമയിൽ വാ കാതിൽ കഥ പറയും കാലം കണ്ണിൽ വിളക്കും വെച്ചു കന്നി കിനാവും കണ്ട് മോഹം വിരിഞ്ഞൊരുങ്ങും പ്രായം മനമകളെ മണിക്കുയിലേ മാമയിലായി നീയാട് മണമകളെ മണിക്കുയിലേ മാമയിലായി നീയാട് കളിയാടി സെപ്പാടി ഇമ്പം തരുവാർ കല്യാണ തിരുനാളിൽ കാലം വരുവായ് തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെൻപാണ്ടി കോലമയിൽ വാ തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെൻപാണ്ടി കോലമയിൽ വാ തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെൻപാണ്ടി കോലമയിൽ വാ തെമ്മാങ്ക് തേനെ മുന്നിൽ വാ നീ വാ തെന്മാണ്ടി കോലമയിൽ വാ അനന്തു അനന്തകൃഷ്ണൻ ഇടക്കൊന്ന് ചെറുതായിട്ട് പേടിച്ചല്ലോ. ഇവിടെ എല്ലാരെയും പേടിപ്പിക്കുന്ന ആളാ. പിന്നെ എന്തിനാ പേടിച്ചത്? ടെൻഷൻ ഉണ്ടായിരുന്നു. അതെയോ? ഇപ്പൊ മാറിയോ? മാറി. നന്നായിട്ട് പാടാൻ പറ്റിയോ? കുഴപ്പമില്ല. നമ്മുടെ ഫിലിമി ഫോക്ക് റൗണ്ടിലെ ആദ്യത്തെ പെർഫോമൻസ് ആയിരുന്നു. ജഡ്ജ്മെന്റ്സ് ചോദിക്കാം. അനന്തകൃഷ്ണ, എന്തോ എന്താ ചക്കരെ, നിനക്ക് സുഖമാണോ? സുഖ. വേഷമൊക്കെ കെട്ടി വന്നിട്ട് ഒന്നും സംഭവിച്ചില്ലല്ലോ ഇവിടെ. ഈ തോളിക്കിടക്കുന്ന എന്താണ്, പാമ്പോ? മോനെ എങ്ങനെ തോന്നി പാടിയിട്ട്? കുഴപ്പമില്ല. എന്തിന്, ആർക്ക്, എപ്പോൾ, എങ്ങനെ? പാട്ടിന് ഉള്ള കുഴപ്പത്തിനെ പറ്റിയാ ചോദിച്ചത് ഞാൻ. മോനെ ഇത് എന്താണ് റൗണ്ട്? ഫോക്ക്. അത് പോക്കായിരുന്നു കേട്ടോ. നീ കുറച്ചും കൂടെ ഓളം വേണ്ട. എത്ര പ്രായമായി? 12? 17. 17ന്റെ ചൊടിയാണോ ഈ കണ്ടത്? ആണോ? ചുമ്മാ കൊല പഴുക്കാൻ കെട്ടി തൂക്കിയിട്ടേക്കുന്നതാണ് നീ അങ്ങ് പാടുക. ഒരു വികാരവും ഇല്ലായിരുന്നു. നീ ഒന്ന് ചുമ്മാങ്കിലൊക്കെ അങ്ങോട്ടൊക്കെ പോയി അവരുടെ നിന്നൊക്കെ ഗിറ്റാറൊക്കെ പിടിച്ച് മേടിച്ച് ബില്യമിന് 2 ഇടിയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. ആരാ മോൻ്റെ അടുത്ത് ഇങ്ങനെ തന്നെ നിൽക്കാൻ പറഞ്ഞത്? പറഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് ഈ പോക്കറ്റ് കൈയിട്ടേക്കുന്നത് എന്തിനാ? ചുമ്മാ രസത്തിന്.
ടെൻഷൻ ടെൻഷൻ. അനന്തകൃഷ്ണ, എന്തോ ഉം. ഈ ചന്ദ്രൻ നമുക്ക് ദൈവമടിയൊക്കെ പാടുന്നതിന് അതിൻ്റെ ഒരു ഭാവമുണ്ട് മോനെ, കേട്ടോ. ഏതാണ് ചന്ദ്രനെ ഒന്ന് പാടിക്കേ. ചന്ദ്രൻ നമുക്ക് ദൈവമടി ഒന്ന് ശ്രുതി കൊടുക്ക് പാവം. ചന്ദ്രൻ നമുക്ക് ദൈവമടി 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 ദൈവമടി. അവിടെ ആ സംഗതി വേണ്ട മോനെ. പിന്നെ ഈ താഴെ കേൾക്കണില്ല നീ പാടിയിട്ട്. മേളിലും വലിയ സംഭവം ഒന്നും സംഭവിക്കുന്നില്ല. എന്താണ് ഈ താഴത്തെ മുഖത്തേന മുന്നിൽ വാ നീ വാ ഒന്നും മനസ്സിലായിട്ടില്ല. നീ കിടന്ന് സ്ട്രെയിനായിട്ട് വലഞ്ഞു. എന്താണ് ഇത്? നോക്കിയില്ലേ ഇത്? നമുക്ക് ഇപ്പോൾ നമ്മുടെ കറക്റ്റ് ശ്രുതിയാണോ എന്ന് നോക്കിയില്ല പാടുന്നതിന് മുമ്പ്. നോക്കി നോക്കി. ഇത് പാടുമ്പോൾ നീ കൃത്യമായിട്ട് പാടണം. ചിരിക്കാത്ത എന്താണ്? ഒരു സന്തോഷവുമില്ല. ഈ സഞ്ചയനത്തിനൊക്കെ വീട്ടിൽ വന്ന് ഇരിക്കുന്ന ഒരു വികാരത്തിലാണ് പാടിയത്. തെൻപാണ്ടി കോലമയിൽ വാ നീ വാ തെൻപാണ്ടി കോലമയിൽ വാ. അങ്ങനാണോ ഈ പാട്ടിന്റെ മൂഡ്? അത് അത് വേണ്ടേ പാടുമ്പോ? സുന്ദരിയേ സുന്ദരിയേ പാടുമ്പോ അത് വേണം, ആ ആക്സെന്റും വേണം. പക്ഷെ എനിക്ക് നിന്നെ ഇഷ്ടമായി കേട്ടോ. മൊത്തത്തിൽ ഒരവസ്ഥ എനിക്കിഷ്ടമായി. ആ നിൽക്കുന്നത് മൊത്തത്തിൽ നമ്മളെ ആക്കിക്കൊണ്ട് അവനവിടെ നിൽക്കുന്നത്. ആ പറയണ്ടൊക്കെ പറഞ്ഞ ഇനി ഒന്നും ഇല്ലേ എന്തൊക്കെയാണ് അങ്ങനെയല്ല സാർ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. എനിക്ക് നിന്റെ അതൊക്കെ ഇഷ്ടമായി. പക്ഷെ പാട്ടിന് അതിൻ്റെ ഒരു മൂഡുണ്ട് മോനെ കേട്ടോ. അത് മനസ്സിലാക്കുന്ന ഈ പ്രായത്തിൽ നീ കിടന്ന് അലറി വിളിച്ചില്ലെങ്കിൽ പിന്നെ എപ്പം വിളിക്കാനാ? ഒരു ഒരു തല്ലിപ്പൊളി ചൊരണം പാടും ഇത് ചുമ്മാ രസത്തിന്. അൽഫോൺസേ മൈക്കെടുക്ക്, നമുക്കൊരു താളം ഇട്ട് കൊടുക്കാം ചെക്കന്. നീ ഗുമ്മോടെ പാടിയില്ലേ അവിടെ വന്ന് എടുത്തിട്ടിരിക്കുക. ഒന്നത് വിശന്നിരിക്കുക പറഞ്ഞേക്കാം. ഓക്കെ, റെഡിയാണോ? 1 2 1 2 3 4 പാടറ ചക്ക. നീ താളമിടാനല്ല പറഞ്ഞത്. എന്തൊരു കഷ്ടം. നീ എല്ലാരും കൂടി ഈ കുടുംബത്തിലുള്ള എല്ലാരും കൂടെ കൊണ്ട് ചുമടക്കട ചുമടക്കട എവിടെ കൊണ്ടാണ് ആരും പാട്. നമ്മുടെ ഒരു അവസ്ഥ കണ്ടിട്ടോ. ആ റെഡി 1 1 2 3 4. പാട്ട് പാട്ട് പാടണം. ക്ലിയർ ആയിട്ടില്ല. ഈ പാട്ട് തരും. സുന്ദരിയേ സുന്ദരിയേ செந்தமிழில் பெண்கொடியே மஞ்சமணோ பூசி வரும் மார்கழிதல் பைங்கிலியே தெங்காசி சாந்தும் விட்டு தெருக்கூத்தும் பாட்டும் போட்டு தெங்காசி சாந்தும் விட்டு தெருக்கூத்தும் பாட்டும் போட்டு தெம்மாங்கு தேனே முன்னில் வா தென்பாண்டி கோலமயில் வா തെൻപാണ്ടി കോല മുന്നിൽ വാ നീ വാ തെൻപാണ്ടി കോലമയിൽ വാ. സുന്ദരിയേ സുന്ദരിയേ செந்தமிழில் பெண்கொடியே மஞ்சமணோ பூசி வரும் மார்கழிதல் பைங்கிலியே. ഞങ്ങള് തളർന്നു. ചക്ക ഇപ്പോഴും ഒരു ഓളമില്ല കേട്ടാ. നമ്മൾ ഈ ഇവിടത്തെ വായിലൊരു ഹൃദയ വിട്ടാൽ ഞങ്ങളുടെ തലയ്ക്കാണ് ഓളമെന്ന് ജനങ്ങൾ പറയും കേട്ടോ. എന്തൊക്കെയാലും മോനെ നിനക്ക് നന്മയുണ്ടാവട്ടെ മോനെ. ശ്രദ്ധിക്കണം കേട്ടോ. പാട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ നമ്മൾ സന്തോഷമാണ്, തുടക്കമാണ്. പക്ഷെ കുറഞ്ഞ കൂടെ നമുക്കും വേണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഇത്ര നല്ല ജഡ്ജസ് നമുക്ക് എവിടെ കിട്ടും? അൽഫോൺസ് സർ, ശരിക്കും ശരതേട്ടൻ വളരെ സത്യസന്ധമായിട്ടാണ് പറഞ്ഞെങ്കിലും ഓളമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണെങ്കിലും ആ ഒരു കുറച്ചുകൂടി ഓളം വേണമായിരുന്നു മോനെ ഏട്ടാ. പക്ഷെ നല്ല രസമുണ്ട്. എന്താണെങ്കിലും ഷേവൊക്കെ ചെയ്തായിരുന്നോ? മീശയില്ല, താടിയില്ല. അപ്പോൾ പക്ഷെ നല്ല രസമുണ്ട് ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിൽ കാണാനായിട്ട്. ഇതിൻ്റെ ഒരു ഫോക്കിഷ് ഫീല് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് കുറച്ചും കൂടെ. ഇപ്പോൾ ഒരു ചില ഭാഗങ്ങളിലൊക്കെ ഒരു കർണാട്ടിക് ഫീലാണ് തോന്നിയത് മറ്റേ ഇതുകളൊക്കെ പാടുമ്പോൾ. അതിനകത്തൊരു ഈ സോങ്ങിനകത്ത് ഒരു ഫോക്ക് മൂഡുണ്ട്. അതിനെയാണ് നമ്മൾ പിടിച്ചെടുക്കേണ്ടത്. ആദ്യത്തെ സംഭവം തന്നെ പാടുമ്പോൾ തന്നെ സുന്ദരിയെ ഒരു അതിൻ്റെ ഉള്ളിലൊരു ഡ്രൈവ് ഉണ്ടല്ലോ, ആ ഒരു ആക്സെൻ്റ് ഒരു ഇതുണ്ട്, ഒരു എന്താ പറയുക, ഒരു
സുന്ദരിയേ സുന്ദരിയേ ഒരു 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 ഏറ്റക്കുറച്ചിലുണ്ട്, ഒരു ഡൈനാമിക്സ് ഉണ്ട് അതിനകത്ത് മൊത്തത്തിൽ. അപ്പം ആ ഒരു ഇതിനെ നമ്മളൊന്ന് സ്വീകരിച്ചെടുക്കണം. പിന്നെ മൊത്തത്തിൽ പാട്ടിൻ്റെ മൂഡ് നമ്മൾ കൊണ്ടുവരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് മൈക്ക് പൊസിഷനിങ്ങും കൂടെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സംഗതികളെല്ലാം ഒന്ന് കുറച്ചുകൂടി ഒന്ന് ക്ലാരിറ്റികളും ആ സ്റ്റൈല്, ഫോക്കിൻ്റെ സ്റ്റൈല് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. താങ്ക് യു സർ. മഹദി മാം. അനന്തു ശരത് സാറും അൽഫോൻസ് ഏട്ടനും വളരെ സ്വീറ്റായിട്ട് പറഞ്ഞാലും അനന്തു അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ. ബിക്കോസ് ഒരു എത്രയോ ആസ്പയറിങ് സിംഗേഴ്സ് എന്നാണ് അനന്തു ചൂസ് ആയിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്റ്റേജിലേക്ക്, റൈറ്റ്? സോ ആ സ്റ്റേജിനുള്ള ഒരു സീരിയസ്നെസ് ആൻഡ് ഡെഡിക്കേഷൻ, അത് എന്ത് ഇൻട്രൊഡക്ഷൻ റൗണ്ട് ആയിക്കോട്ടെ, ഗ്രാൻഡ് ഫിനാലെ ആയിക്കോട്ടെ, എല്ലാത്തിനും ഇറ്റ് ഷുഡ് ബി ഈക്വൽ, റൈറ്റ്? സോ ശരത് സാറ് വളരെ ജോവിയലായിട്ട് ഇത് കറക്റ്റായിട്ട് പറഞ്ഞു തന്നു. പക്ഷെ അനന്തു അത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സത്യമായിട്ടും. ബിക്കോസ് അനന്തു ഇവിടെ ചിരിച്ചാണ് നിൽക്കണേ. ഓക്കെ, ചിരിക്കടയിലൊന്നും എനിക്ക് വിഷമമില്ല. പക്ഷേ അനന്തുവിന് ആറ്റിറ്റ്യൂഡ് ഭയങ്കര സോബറായിട്ട് ഇത് പാടിയിരിക്കുന്നത് പുഷ്പവനം കുപ്പസ്വാമി സാറല്ലേ? ആ. സോ അങ്ങനെ പോലെ പാടണമെന്നല്ല ഞാൻ പറയുന്നത്. ഓരോരോ സിംഗേഴ്സിനും ഓരോരോ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും, അതാണ് നമുക്ക് വേണ്ടത്. പക്ഷേ സോങ്ങിൻ്റെ ഒരു ക്യാരക്ടർ അല്ലേ, ഒരു പെപ്പ്, ഒരു മൂഡ്. ഓക്കെ, സോ ജോളി ഫോക്കിഷ് ടോൺ. അനന്തുവിന് ആ ടോൺ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അനന്തുവിന് ആ ഒരു ഇൻവോൾവ്മെന്റ് വാസ് ലാക്കിങ്. അനന്തു ഒപ്പിച്ച പോലെ ഇങ്ങനെ റെസിറ്റേഷൻ പറയണ പോലെ അങ്ങനെ പറഞ്ഞു. ഓക്കെ, റെസിറ്റേഷൻ പറയണ പോലെ പറയാം, പക്ഷേ അതെല്ലാം ക്ലാരിറ്റിയോടെ പറഞ്ഞാൽ ലിറ്റിൽ ബെറ്റർ ആയിരിക്കും. പക്ഷേ അനന്തു നോട്ട് എ വെരി ഗുഡ് പെർഫോമൻസ്. അനന്തു, വെരി സോറി. ഫസ്റ്റ് റൗണ്ടിൽ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും ഭയങ്കര ലീനിയൻ്റ് ആയിട്ടാണ് കമൻസ് പറയുന്നത്. എന്നാലും വി വാണ്ട് മോർ ഡെഡിക്കേഷൻ, ഫുൾ ജോഷ് ഫ്രം യു ഓൾ. ഓക്കെ, സോ അനന്തുവിന് ബെറ്റർമെൻറ്റിന് വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. സോ ഓൾ ദി ബെസ്റ്റ് അനന്തു. താങ്ക് യു മാം. അപ്പോൾ കുറച്ചും കൂടെ സീരിയസ് ആവണം, കുറച്ചും കൂടെ ഡെഡിക്കേഷൻ വേണം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മാർക്സിലേക്ക് പോവാം അല്ലേ? ശരത് സർ, അനന്തുവിന്റെ മാർക്സ് ഓൺ 25. അനന്തു എന്തോ പറയൂ, എത്ര ആയിരിക്കും? എൻ്റെ മുഖത്ത് നോക്കിയാൽ നിനക്ക് മാർക്ക് മനസ്സിലാവും. പറഞ്ഞേ. 70. കറക്റ്റ് മോനെ, കൃത്യം. നീ എങ്ങനെ ഇത് പറഞ്ഞു എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്മതിച്ചു. പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ല നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് 18. 18 ഔട്ട് ഓഫ് 25. അൽഫോൻസ് സർ. അനന്തു പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ സീരിയസ് കാര്യങ്ങളാണ്. ഇവിടെ എല്ലാവരും തമാശയായിട്ട് പറഞ്ഞു എന്നുണ്ടെങ്കിലും അപ്പോൾ യു ഹാവ് ടു ബി ലിറ്റിൽ മോർ സീരിയസ്. പാട്ടിൻ്റെയും സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ആ നമ്മളുടെ രജിസ്റ്റർ എല്ലാം പക്ക ഇതാവുന്ന രീതിയിൽ വേണം ശ്രദ്ധിക്കാൻ. ഞാനും 17 വിചാരിച്ച്, പക്ഷേ ഒരിക്കലും ഡിസ്കറേജ്ഡ് ആവരുത്. അതുകൊണ്ട് യു വിൽ ബി ഗെറ്റിംഗ് 18. താങ്ക് യു സർ. 18 ഔട്ട് ഓഫ് 25 അഗൈൻ. മഹദി മാം. അനന്തു തീരെ ഡിസ്കറേജിങ് അല്ല ഈ മാർക്സ്. ഓക്കെ, സോ അനന്തു അടുത്ത സ്റ്റേജസിലൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സോ നമുക്ക് മാർക്ക് കുറഞ്ഞ കാരണം അടുത്ത പ്രാവശ്യം ബെറ്റർ ആയിട്ട് മേടിക്കണം എന്ന് പറഞ്ഞൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഓക്കെ, ഫോർ യുവർ ഗുഡ്. 17 ഔട്ട് ഓഫ് 25. അപ്പോൾ ഫിൽമി ഫോക്ക് റൗണ്ടിൽ അനന്തുവിന്റെ മാർക്സ് എന്ന് പറയുന്നത് 53 ഔട്ട് ഓഫ് 75 ആണ്. അത്ര മോശം മാർക്കല്ല, എന്നാൽ അത്ര നല്ല മാർക്കും അല്ല. അനന്തുവിന് അറിയാം, അതിന്റെ സീരിയസ്നെസ് ഒക്കെ മനസ്സിലായിട്ടുണ്ട്. വിഷമിക്കരുത്, ഇറ്റ്സ് ഓക്കെ. ആദ്യം ചെറിയ കുട്ടിയാണ്, സ്റ്റേജിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു സ്റ്റേജിൽ ഇത്രയും ഒരു ബാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പാടുന്നത്. ഇറ്റ് ഹാപ്പൻസ്. അപ്പോൾ ഇനിയുള്ള സമയത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ കൂടുതൽ സീരിയസ് ആയിട്ട് ജഡ്ജസ് പറഞ്ഞ പോലെ കുറച്ചും കൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പാട്ടുകൾ എടുക്കുക, വന്ന് പാടുക. ഇനി ഇവിടുന്ന് 75 മേടിച്ചിട്ടേ പോകാൻ പാടുള്ളൂ അടുത്ത പെർഫോമൻസിന് വന്നിട്ട്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അമൃത സൂപ്പർ സ്റ്റാറിൽ ഇനി ഒരു ചെറിയ ബ്രേക്കിന് സമയമായി. വളരെ മെലോഡിയസ് ആയ ഒരു ഗാനവുമായി ഞങ്ങൾ തിരിച്ചു വരും ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. വി ആർ ബാക്ക് ഓൺ അമൃത സൂപ്പർ സ്റ്റാർ. ഞാൻ ബ്രേക്കിന് മുന്നേ പറഞ്ഞതുപോലെ തന്നെ വളരെ മെലോഡിയസ് ആയിട്ടുള്ള ഒരു ഗാനമാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ സ്വീറ്റ് മെലഡി റൗണ്ടിൽ നമുക്ക് എല്ലാവർക്കും വളരെ 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 ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. പാടുന്നത് ലക്ഷ്മിയാണ്. ലെറ്റ്സ് വെൽക്കം ലക്ഷ്മി ഓൺ ടു ദി സ്റ്റേജ്. ഹായ്, എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്.
ഞാനൊരു PG സ്റ്റുഡൻ്റാണ്. ഞാൻ മുസ്ലിയ കോളേജ് പത്തനംതിട്ടയിൽ പഠിക്കുകയാണ്. അവിടുത്തെ ഫ്രണ്ട്സിൻ്റെയും അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെയും പിന്നെ എൻ്റെ പേരൻസിൻ്റെയൊക്കെ സപ്പോർട്ട് കൊണ്ട് എനിക്കിപ്പോൾ അമൃത സൂപ്പർ സ്റ്റാറിൽ സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഓഡിഷൻ ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു. അവിടെ ശരത് സാറും അൽഫോൺസ് സാറും ആയിരുന്നു ജഡ്ജ്. നല്ല രീതിയിലുള്ള കമൻസും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടി. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് റൗണ്ടിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ ഫസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് സ്വീറ്റ് മെലഡി റൗണ്ടാണ്, മലയാളം സ്വീറ്റ് മെലഡി റൗണ്ട്. ഇതിൽ ഞാൻ പാടാൻ പോകുന്നത് ഒരേ കടൽ എന്നുള്ള ഫിലിമിലെ യമുന വെറുതെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്.
ശൗരേ കൃഷ്ണ വിരഹവധുവാമൊരുവൾ പാടി വിധുരമാമൊരു ഗീതം വിരഹവധുവാമൊരുവൾ പാടി വിധുരമാമൊരു ഗീതം ഒരു മൗനസംഗീതം യമുന വെറുതെ ലക്ഷ്മി, എന്ത് രസമുള്ള പാട്ടാ അല്ലെ? ഒരു പക്ഷെ എല്ലാവരുടെയും വൺ ഓഫ് ദി ഫേവറേറ്റ് സോങ് ആയിരിക്കും ഇത്. ഈ സിനിമയിലെ എല്ലാ പാട്ടും ഏതാണ്ട് ഇതേ രാഗമാണെന്ന് തോന്നുന്നു അല്ലെ? ഏത് രാഗം? ഓക്കെ, അപ്പൊ നമുക്കിനി ഈ കമന്റ്സിലേക്ക് പോവാം. എങ്ങനെ തോന്നി പാടിയപ്പം? ലയിച്ചു പാടാൻ പറ്റിയെന്ന് തോന്നി. ഗ്രേറ്റ്. അപ്പൊ നമുക്ക് കമന്റ്സിലേക്ക് പോവാം. ശരത് സർ. ലക്ഷ്മി, സർ, നല്ല പാട്ട്, മോള് നന്നായിട്ട് പാടി. താങ്ക് യു സർ. എനിക്ക് തോന്നുന്നു മോള് എന്താ പറയണ്ടേ, കുറച്ചും കൂടി ഈ നോട്ട്സിൻ്റെ ക്ലാരിറ്റി, പ്രത്യേകിച്ച് അറിയാമല്ലോ ഇങ്ങനെ മൂവ് ആവുന്നൊരു പാട്ടാണ്. അപ്പോൾ അത് കുറേയും കൂടെ ക്ലാരിറ്റി നോട്ട്സിന് വേണം. പിന്നെ ചരണമൊക്കെ മോക്ക് ശ്രുതി മനസ്സിലായോ? ചേരണില്ല എന്ന് ഇല്ലേ? അനുപല്ലവിയില് കുറച്ച് ഒരു ചരണം. ആ, ഈ അനുപല്ലവി എന്ന് പറയുന്നതാണ് നമുക്ക് അതെ മുമ്പുള്ളത് സംഭവം. അതിൽ നമുക്ക് ശ്രുതി അത് അപ്പോൾ കുറേയും കൂടെ നോക്കിക്കോളെ പാടും, സൂക്ഷിക്കുക മോള്, കുറേയും കൂടെ ഒക്കെ നന്നാക്കാം കേട്ടോ. കാര്യം ലക്ഷ്മിക്ക് നന്നായിട്ട് പാടാൻ കഴിവുള്ള കുട്ടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് കുറേയും കൂടെ ഇതിൻ്റെ എന്താ പറയണ്ട ആ ഒരു സോൾ കുറേയും കൂടെ മനസ്സിലാക്കി വൃത്തിയായിട്ട് പാടും കേട്ടോ മോളെ. ശ്രുതി പ്രധാനം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൺസ് സർ. ലക്ഷ്മി, സർ, നന്നായിരുന്നു പാടിയത്. താങ്ക് യു സർ. എങ്കിലും ലക്ഷ്മിയെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി ക്ലാസിക്കൽ ഒരു ടിൻറ്റുള്ള പാട്ടുകൾ നന്നായിട്ട് പാടാൻ പറ്റുന്ന ആളാണ് ലക്ഷ്മി. ചില ഭാഗങ്ങളിൽ മൊത്തത്തിൽ ഇങ്ങനെ ഇച്ചിരി ഒന്ന് ഫ്ലാറ്റായിട്ട് എന്നുവെച്ചാൽ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ലക്ഷ്മിക്ക് അറിയാൻ പറ്റാത്തത്. അങ്ങനെ തന്നെ ടോട്ടലായിട്ട് ഇച്ചിരി ഇങ്ങനെ ഫ്ലാറ്റായിട്ട് പോവുക. അപ്പം അത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് നമുക്ക് ഒരു പക്ഷേ നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ കിട്ടുന്നൊരു ബാക്കിങ്ങോ അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ബാക്കിങ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പിടിച്ചെടുക്കണം നമ്മളുടെ ശ്രുതി എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. അതിനെ മുൻനിർത്തി വേണം. അപ്പം നമ്മുടെ ഉള്ളിൽ അത് ശക്തമായിട്ട് ആ ശ്രുതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, കാരണം ഇതിനകത്ത് ഓരോരോ നോട്ടുകളും ശരിക്കും വളരെ അടുത്തടുത്ത് വരുന്ന സ്വരങ്ങളുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മൾ പാടിയാലേ അത് വ്യക്തമാവുള്ളൂ. അങ്ങനെ വരുമ്പോഴേ അതിന് രസം ഉണ്ടാവുള്ളൂ ഈ പാട്ടിൻ്റെ, മനസ്സിലായോ? അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് വരാൻ പറ്റുന്ന ഒരു ആളായതുകൊണ്ട് നമ്മൾ അത്രയും നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. മഹദി മാം. ലക്ഷ്മി, മാം, എനിക്ക് നല്ല ഇഷ്ടമായി ലക്ഷ്മി. താങ്ക് യു മാം. ലക്ഷ്മിക്ക് ഭയങ്കര ടാലൻറ്റഡാ പാടാൻ, ടഫ് സോങ്സ് പാടാൻ പറ്റിയ ഒരു ടാലൻറ്റഡ് സിംഗറാണ് ലക്ഷ്മി. നന്നായി പാടി, എനിക്ക് ഫീല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നന്നായിട്ട് ലയിച്ചു പാടി, അത് നന്നായിട്ട് മനസ്സിലായി. ലക്ഷ്മിയുടെ ചില പല്ലവി വാസ് ഔട്ട്സ്റ്റാൻഡിങ്, ഓക്കെ, ആൻഡ് അവസാനത്തെ പല്ലവി അഗാൻ വാസ് ഔട്ട്സ്റ്റാൻഡിങ്. പക്ഷേ ചരണമായപ്പോഴത്തേക്കും ഞാനും ആ നന്ദലാല ഇസ് നോട്ട് ക്ലിയർ. ഒന്നാമത് അത് ബേസ് ആയതുകൊണ്ട് കേട്ടില്ല. ആൻഡ് സെക്കൻഡ് നന്ദലാല ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ലക്ഷ്മിക്ക് പാടുമ്പോൾ തന്നെ, അത് ക്ലിയർ ആയില്ല. ഓക്കെ, പിന്നെ എനിക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം, ലക്ഷ്മിക്ക് കുറേ ബ്രെത്ത് ഉണ്ട്. സോ ലോങ് ഫ്രേസസ് പാടുമ്പോൾ ക്ലിയർ ആയിട്ട് പാടുന്നു. അത് കഴിഞ്ഞിട്ട് വരണ ഒരു വാക്ക് ചെറിയ വാക്കായിരിക്കും, പക്ഷെ അത് പാടുമ്പോൾ എന്താ ഒതുക്കുന്ന അത്ര. സോ ഐ തിങ്ക് ഇത്രയും ബ്രെത്ത് കൺട്രോൾ ആയിട്ട് ഉള്ള ഒരു സിംഗർ കുറച്ചും കൂടി ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്സാ, അത് യു ക്യാൻ മാനേജ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്സേ പറഞ്ഞിട്ടുള്ളൂ, അതർവൈസ് ജഡ്ജസ് എല്ലാവരും ഓൾമോസ്റ്റ് ഹാപ്പിയാണ് പെർഫോമൻസ്.
അപ്പൊ നമുക്കിനി മാർക്സ് ചോദിക്കാം. ശരത് സർ, ഔട്ട് ഓഫ് 25. ലക്ഷ്മി, സർ എന്താണ് ലക്ഷ്മി വിശേഷം? പറയൂ, എന്തായിരിക്കും? എന്തായിരിക്കും മാർക്കോ? പിന്നെ അല്ലാണ്ട് മോളെ പ്രത്യേകിച്ച് ഇപ്പോൾ അൽഫോൺസ് പറഞ്ഞപ്പോഴാണ് ഈ രാഗത്തിന്റെ ഇപ്പോൾ ഇതൊക്കെ ക്രോമാറ്റിക് ആണ്. അപ്പോൾ അത് ധനിസ, ഈ ധനിസ ഈ ഗമപ്പായും അതുപോലെ തന്നെ ഗമപ ആണ് ഈക്വൽ. ആ നോട്ട്സിന്റെ അളവ് ഒന്നാണ്, മനസ്സിലായില്ലേ? അപ്പോൾ മോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊന്നും കിട്ടത്തില്ല കേട്ടോ. അത് മനസ്സിലുണ്ടാവണം. അപ്പോൾ മപദ നിസരിക്ക് വേണ്ടി ഞാൻ 21 മാർക്ക് തരും. 21 ഔട്ട് ഓഫ് 25. അൽഫോൺസ് സർ? ഞാൻ ഇടയിലുള്ള സ്വരത്തിന് 21 മാർക്ക്. 21 ഔട്ട് ഓഫ് 25 again. മഹദി മാം 21 ഔട്ട് ഓഫ് 25. അപ്പോൾ ടോട്ടൽ മാർക്സ് 63 ഔട്ട് ഓഫ് 75. നല്ല മാർക്സ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഫുൾ മോട്ടിവേഷൻ ഒക്കെ എടുത്തിട്ട് ഇനിയുള്ള പെർഫോമൻസ് ഇതിലും നന്നായിട്ട് പാടുക. ഒരു പെർഫെക്റ്റ് സിംഗർ, ഒരു പെർഫെക്റ്റ് സൂപ്പർ സ്റ്റാറിനെ തേടിയിട്ടുള്ള ഒരു യാത്രയാണിത്. അപ്പോൾ അതിലെ സൂപ്പർ സ്റ്റാർ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ബാക്കിയുള്ളവർക്ക് എന്താ പറയാന്നറിയില്ല. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങളുടെ നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസും അവരുടെ സംഗീത സാന്ദ്രമായ ഗാനങ്ങളുമായി അമൃത സൂപ്പർ സ്റ്റാറിന്റെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഈ സംഗീതയാത്രയുടെ ഇന്നത്തെ അധ്യായത്തിൽ നിന്ന് തൽക്കാലം വിടവാങ്ങുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. எனக்கு பிடிச்ச கலரு கருப்பட்டா எனக்கு பிடிச்ச கலரு அவ கண்ணு ரெண்டு என்ன மயக்கும் 1000 வாட்ஸ் பவர் கருப்பட்டா எனக்கு കേരളം മുഴുവൻ മഴയാ, അറിയാമല്ലോ. മഴ നനഞ്ഞിട്ട് ഈ എൻ്റെ അടുത്തിരിക്കുന്ന അൽഫോൺസിന് പനിയും പിടിച്ചതാ, വെള്ളം കൂടിയിട്ട്. ഇനി എനിക്ക് വെള്ളം തരല്ലേ എന്ന് താമസിക്കുന്ന ഹോട്ടലിൽ വരെ പറഞ്ഞേക്കുക. ഊർവലത്തിൽ ആടി വരൂ രണ്ട് താനെ നാട്ടിയോ അയ്യമേളത്താളം മുഴങ്ങി വരൂ വഞ്ചിര മീന് മാറ്റിയോ പാറമീന് നടത്തി വരാർ പാറ്റിയോ നമ്മ പാറമീന് നടത്തി വരാർ പാറ്റിയോ അങ്ങ് ചേർ പോലെ പോകുതയ്യാ ഊർവോലം കാട്ടിയോ ഊർവോലം കാട്ടിയോ. ഈ പാട്ടിനകത്ത് എന്ത് മ്യൂസിക്കാലിറ്റിയാ ഉള്ളത്? ഒന്നുമില്ല. ചുമ്മാ കുറെ മീനിന്റെയും കാര്യം പറഞ്ഞു, അവസാനം ഒരു തിമിംഗലത്തിന്റെയും കാര്യം പറഞ്ഞു. ആകെ തിമിംഗലം ഫ്രൈ കഴിച്ചിട്ടുള്ള ഒരാൾ എൻ്റെ അടുത്തിരിക്കുന്ന ജഡ്ജാണ്. നമ്മുടെ പെർഫോമൻസ് ഒരിക്കലും നമ്മുടെ സോങ്ങിന്റെ ഫ്ലോനെ ബാധിക്കാൻ പാടില്ല.